നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സബ്സിഡി സാധനങ്ങൾക്കടക്കം ഇരട്ടി വില കൂട്ടി സപ്ലൈകോയെ കരകയറ്റാൻ നോക്കിയ പിണറായി സർക്കാരിന് മുട്ടൻ പണി. സർക്കാരിന്റെ തന്നെ ചെയ്തികളാണ് തിരിച്ചടികളായത്. വില കൂട്ടിയതോടെ സപ്ലൈകോ അരിയും പയറും മുളകും അടക്കമുള്ള 40 ഉൽപ്പന്നങ്ങൾ ഈ മാസം 20-ന് മുമ്പ് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഇതിനായി 3-ാം വട്ടം ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. ടെൻഡർ മുടങ്ങിയിട്ട് 8 മാസമായെങ്കിലും വില കൂട്ടിയതിനാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു അധികൃതർ. എന്നാൽ തങ്ങൾക്ക് തരാനുള്ള 500 കോടിയിലധികം രൂപ തരാതെ ടെൻഡറിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിതരണക്കാർ. EMI പോലും അടയ്ക്കാൻ കഴിയാത്ത ഗതികേടിലാണെന്ന് വിതരണക്കാർ പറഞ്ഞു. ഇതോടെ ഭക്ഷ്യമന്ത്രി ഇടപെട്ടു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും CPIയെ തേച്ചൊട്ടിച്ചെന്ന് വേണം കരുതാൻ. കാരണം നിരക്ക് വർധന സംബന്ധിച്ച ഉത്തരവ് ഇതുവരെ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. മാർച്ചിലേക്ക് ആകും എന്ന് പറയുന്നു. അത് ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീണ്ടാലും അത്ഭുതപ്പെടാനുമില്ല. കഴിഞ്ഞ ബജറ്റിനും ഈ ബജറ്റിനും ഇടയിൽ 2 തവണ വൈദ്യുതി ചാർജ് കൂട്ടിയിട്ടുണ്ട്. കെട്ടിട നികുതിയും വെള്ളക്കരവും ഇന്ധന നികുതിയും മാത്രമല്ല എല്ലാ സേവനങ്ങളുടെയും നിരക്കുകളും കൂട്ടി. ജപ്തി നടപടികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായതും കഴിഞ്ഞ വർഷമാണ്. ഇതിനിടയിൽ രൂക്ഷമായ വിലക്കയറ്റവും ഉണ്ടായി. ഇതിനിടയിലാണ് പൊതുവിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട സപ്ലൈകോയും ഈ സർക്കാർ തകർത്തത്. 3000 കോടിയാണ് സപ്ലൈകോയുടെ നഷ്ടം. സബ്സിഡി നൽകേണ്ട 13 നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ല. അധികാരത്തിലെത്തിയാൽ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞവരാണ് സബ്സിഡി വെട്ടിക്കുറച്ച് വില കൂട്ടുന്നത്. മാവേലി സ്റ്റോറുകളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിന്റെ പ്രതിഫലനം പൊതുവിപണിയിലും വിലക്കയറ്റമുണ്ടാക്കും. ഈ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കും. സംസ്ഥാനത്തെ എല്ലാ രീതിയിലും ഇടത് സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയത് കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്. ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഉണ്ടാക്കി 25,874 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാക്കി എന്നാണ് CAGയുടെ കണ്ടെത്തൽ. 25,874 കോടിയുടെ ഈ അധിക ബാധ്യത സർക്കാർ മറച്ചുവെച്ചു എന്നും റിപ്പോർട്ടിലുണ്ട്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് അപകടമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷമടക്കം മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. സഞ്ചിത നിധിയിൽ നിന്നുള്ള പണമെടുത്താണ് കിഫ്ബി വരുത്തിയ നഷ്ടം നികത്തുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരെ സർക്കാർ വിരോധികളാക്കി ചിത്രീകരിക്കുകയാണ് CPM ചെയ്യുന്നത്. ബജറ്റിന് പുറത്തുനിന്ന് വായ്പയെടുത്താൽ അത് പൊതുകടത്തിന്റെ പരിധിയിലാക്കുമെന്ന് കേന്ദ്രം നിലപാടെടുത്തതോടെയാണ് പിണറായിയുടെയും സംഘത്തിന്റെയും പ്ലാൻ പൊളിഞ്ഞത്. 2016 മുതൽ 2017 വരെ 1,07,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന് കാട്ടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. അല്ലാതെ 57,400 കോടി രൂപ തരാനുള്ളത് തരണമെന്ന് പറഞ്ഞതല്ല. അതിനർത്ഥം അത്രയും തുക കേന്ദ്രം തരാനുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമായതുകൊണ്ടല്ലേ? കണക്കുകൾ കൊണ്ട് കള്ളപ്രചാരണം നടത്തുകയാണ് പിണറായിയും സംഘവും ഇപ്പോൾ ചെയ്യുന്നത്. കൊച്ചി മെട്രോയ്ക്കായി എടുത്ത വായ്പ 2014 മുതൽ കേരളം അടയ്ക്കുന്നില്ല. പിണറായി അധികാരത്തിലേറിയത് 2016-ലാണല്ലോ. എന്തേ ഇതുവരെ വായ്പയുടെ പലിശ പോലും അടയ്ക്കാതിരുന്നത്? സംസ്ഥാനം വായ്പ അടയ്ക്കാതിരുന്നാൽ അത് കേന്ദ്രത്തിന് ബാധ്യതയാകും. കേന്ദ്രം അത് അടച്ചേ മതിയാകൂ. അതാണ് നിയമം. ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിപ്പിടി മാത്രമാണ് CPM ഇപ്പോൾ കാട്ടുന്നത്. കേരളീയത്തിന്റെയും നവകേരള സദസ്സിന്റെയും പേരിൽ നടന്ന പിരിവിന് കണക്കൊന്നുമില്ല. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വ്യാപകമായി തന്നെ കള്ളപ്പിരിവ് നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചാരണം നടത്താൻ ഉദ്യോഗസ്ഥരെ ഇറക്കി പിരിവ് നടത്തുകയാണ്. നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥനാണ് ഏറ്റവും കൂടുതൽ പണം പിരിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ പരിപാടി എന്ന പേരിൽ രാഷ്ട്രീയ പ്രചാരണമാണ് സംഘടിപ്പിച്ചത്. 1 കോടി പിരിക്കുന്ന ചില ഉദ്യോഗസ്ഥൻ 10 ലക്ഷം മാത്രമാണ് നൽകുന്നത്. ചില ഉദ്യോഗസ്ഥർ ജനങ്ങളെ പേടിപ്പിച്ചാണ് പണപ്പിരിവ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിട്ടുണ്ട്. നവകേരള സദസ്സ് പോലെ നടത്തുന്ന മുഖാമുഖം പരിപാടിക്കും സ്പോൺസർഷിപ്പിന് നീക്കം തുടങ്ങിയെങ്കിലും തുടക്കത്തിലെ പണി കിട്ടി. ഇതേ തുടർന്ന് സ്പോൺസർഷിപ്പ് ഇല്ലാതെ സർക്കാർ ചെലവിലായി തുടക്കം. ഫെബ്രുവരി 18-ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ആദ്യ മുഖാമുഖം. ഇതിനായി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ആവശ്യപ്രകാരം 18,03,490 രൂപ അനുവദിച്ച് ഉത്തരവുമായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നേരിട്ട് ഇടപെട്ട് തുക അനുവദിപ്പിച്ചു. വിവിധ ജില്ലകളിലായി വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മഹിളകൾ, ആദിവാസികൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നത്. പരിപാടി നടക്കുന്ന ഹാൾ, സൗണ്ട് സിസ്റ്റം, LED വോൾ, അനുബന്ധ സൗകര്യങ്ങൾ, ലഘുഭക്ഷണം തുടങ്ങി എല്ലാ ചെലവുകളും സംഘാടക സമിതി തന്നെ കണ്ടെത്തണം. ഇതിന്റെ നവകേരള സദസ്സിന്റെ മാതൃകയിൽ സ്പോൺസർമാരെ കണ്ടെത്തണം എന്നായിരുന്നു സർക്കാർ ഉത്തരവ്. ഇതിന് കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ ഈ ചെലവും ഏറ്റെടുക്കുന്നത്. നവകേരള സദസ്സിന്റെയും കേരളീയം പരിപാടിയുടെയും കണക്കുകൾ ഒന്നും പുറത്തുവിടാത്ത സർക്കാരാണ് പുതിയൊരു പരിപാടിക്ക് വീണ്ടും വലിയ തുക അനുവദിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷൻ പോലും നൽകാതിരിക്കുന്ന സമയത്താണ് ഈ അധിക ചെലവ് എന്നും ഓർക്കണം.
മുഖാമുഖം പരിപാടിയിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്. ഒരാൾക്ക് 1 മിനിറ്റാണ് അനുവദിക്കുക. സംസാരിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് വിഷയം എഴുതി നൽകാനും അവസരമുണ്ട്. ഓരോ പരിപാടിയിലും 2000 പേരെയെങ്കിലും പങ്കെടുപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 20-ന് തിരുവനന്തപുരത്ത് യുവാക്കളുമായും 22-ന് എറണാകുളത്ത് വനിതകളുമായും മുഖ്യമന്ത്രി സംവദിക്കുന്നുണ്ട്. 24-ന് കണ്ണൂരാണ് ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം. 25-ന് തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായും 26-ന് ഭിന്നശേഷിക്കാരുമായും 27-ന് തിരുവനന്തപുരത്ത് മുതിർന്ന പൗരന്മാരുമായും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. കൊല്ലത്ത് 29-നാണ് തൊഴിലാളികളുമായുള്ള മുഖാമുഖം. മാർച്ച് 2-ന് ആലപ്പുഴയിൽ കാർഷിക മേഖലയിലുള്ളവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മാർച്ച് 3-ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായുള്ള സംവാദത്തോടെയാണ് മുഖാമുഖം പരിപാടി അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.